ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല മഴയൊക്കെയാണ്. പിന്നെ ഓണമൊക്കെ ഇവിടെ വരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചോ. അപ്പോൾ ഞാനിന്നുള്ളത് ചേട്ടായുടെ വീട്ടിലാണ് കേട്ടോ, ഞങ്ങളുടെ തറവാട് വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വക ഗാർഡനാണ് കേട്ടോ. അമ്മച്ചിയാണ് ഇതിൻ്റെ ഓണർ. അമ്മച്ചിയാണ് ഈ ചെടികളെല്ലാം കൊണ്ട് വെച്ച് പരിപാലിക്കുന്നതൊക്കെ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മച്ചിക്ക് പറ്റുന്നതായ രീതിയിൽ നന്നായിട്ട് തന്നെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് 80 വയസ്സുണ്ട് കേട്ടോ. അമ്മച്ചി ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഈ ചെടികൾക്കിടയിലൂടെ നടന്നിട്ടാണ്. ചെടികളെ സംരക്ഷിച്ചും വെള്ളമൊഴിച്ചും വളമിട്ടും എവിടെ പോയാലും അമ്മച്ചിക്ക് ഒരു കുഞ്ഞി പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല ഒരു ചെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂവല്ല കേട്ടോ, കുഞ്ഞി ചെടിയില്ലാതെ വരുന്നത് നട്ട് വെച്ച് സെറ്റാക്കും. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഈ മഴയൊക്കെ കാരണം നശിച്ചു പോയതാണ്. എങ്കിലും അമ്മച്ചിക്ക് പറ്റുന്നത് പോലെ അമ്മച്ചി എല്ലാം നോക്കി നടത്തും കേട്ടോ. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടായിയുടെ അമ്മയുടെ അമ്മയാണേ. അപ്പം നേരത്തെ അമ്മ താമസിക്കുന്നത് വേറെ വീട്ടിലായിരുന്നു. അപ്പോൾ ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി തറവാട്ടിലാണുള്ളത്. അപ്പോൾ അമ്മച്ചി വന്നതിന് ശേഷമാണ് കേട്ടോ ഇവിടെ ഇത്രയും പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായത്. അതിന് പിന്നെ ചെടികളൊക്കെ മമ്മി നടുവായിരുന്നെങ്കിലും അത്ര കാര്യമായിട്ടൊന്നും വലിയ പൂന്തോട്ടമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ അടിപൊളി പൂന്തോട്ടമാണ് കേട്ടോ ഇത്. അമ്മച്ചിയുടെ ഏജിനനുസരിച്ച് അമ്മച്ചി നല്ല അടിപൊളിയായിട്ട് അത് നന്നാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട് വിറ്റപ്പോൾ ആ ചെടികളും കൂടെ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയാണ് കേട്ടോ അമ്മച്ചി ഇപ്പോൾ പരിപാലിക്കുന്നത്. നമ്മുടെ വീട് ഇതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത സ്ഥലം ഈ റോഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ കൊടുത്ത സ്ഥലം. അവിടെ നിന്ന് കുറേ ചെടികളും കൂടെ അമ്മച്ചി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട മഴയത്ത് നിന്നാലോ അമ്മേ പ്രശ്നം? അപ്പം മഴ നനയുന്നുണ്ടാവില്ല. അപ്പം വെട്ടവും വിളിച്ചുകൊണ്ട് ഇതെല്ലാം നമ്മൾ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന എല്ലാം പിടിച്ചല്ലേ മേ? നമ്മളവിടുന്ന് അന്ന് അപ്പുറത്ത് വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത് അതെല്ലാം നമ്മൾ എല്ലാം പറിച്ചാൽ വെച്ച് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മുടെ തറവാടിൻ്റെ തൊട്ട് ചേർന്ന് കുറച്ചപ്പുറത്തായിട്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്. അപ്പോൾ അത് നമ്മൾ ആ വീട് വിറ്റിട്ട് നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി ഇച്ചിരി സൗകര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലമൊക്കെ വാങ്ങി അവിടെ വീട് വയ്ക്കാനായിട്ടിരിക്കുവാണേ. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ കുറേ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ അവിടുത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും പോകാതെ വളരെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടിച്ച് നീ പോയിടാൻ അങ്ങോട്ടൊന്നും അമ്മച്ചി മാറ്റി വെച്ചോ? അതെന്നെ അങ്ങോട്ട് വെക്കാഞ്ഞേ? അവിടെ ഒന്നും സൂര്യപ്രകാശം വേണം അല്ലേ? ഇത് അമ്മച്ചിക്ക് കിട്ടിയിട്ട് അമ്മച്ചി പിടിപ്പിച്ചോ അത്? അത്രയും കേറി വന്നല്ലോ അത് അല്ലേ? അമ്മച്ചി കുഞ്ഞൊരു കഷ്ണം തോണ്ടി വെച്ചതല്ലേ? അതിന്റെ ഇലയെന്നൊക്കെ വരുമെന്നാ പറയുന്നേ. ഒരു കുഴപ്പമില്ലാത്ത സാധനം ഇത് തന്നെ. ഏതാ? അതെന്തോരം നിന്നാലും കേടാവത്തൂല്ല. മഴയും വേണ്ട. എല്ലാ കാലാവസ്ഥയിലും ഡീസൻ്റ് ആയിട്ട് അവിടെ നിന്നോളൂ. ചട്ടിയിലാണെങ്കിൽ നല്ല രസമാണ്. കാര്യം ശരിയാ, വേനൽക്കാലം ആകുമ്പോഴാണ് പെട്ടുപോകുന്നത്. ഇത്രയും ചെടി നനച്ചു വരുമ്പോ. ഇവിടെ എങ്ങാണ്ടൊരു ഓർക്കിഡ് പോലത്തെ ഇത് നല്ല രസം. അയ്യോ നല്ല രസമുണ്ടമ്മേ. ഇതിന്റെ കളർ വേറെ ഉണ്ടോ? അതിന്റെ തന്നെയാണോ? അപ്പോൾ ചെടികളെയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും മമ്മി ചായ കൊണ്ടുത്തന്നു. പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെയിമാ കഥ പറച്ചില്. ഇവിടെ അടുത്ത് ഈ പരിസരത്ത് ഇല്ല ഇത്, ഒരു സ്ഥലത്തും ഇല്ല.
ഇതാണ് കേട്ടോ ഞങ്ങളുടെ വല്യമ്മച്ചി. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആകെക്കൂടെയുള്ളൊരു വല്യമ്മച്ചിയാണ് കേട്ടോ. ആൾ 80 വയസ്സൊക്കെ ആയെങ്കിലും നല്ല ചുറുചുറുക്കോടെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ കേട്ടോ. നല്ല ജിൻഡോയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന എന്നാ ഷിജോയുടെ ഇത് വെള്ളയുണ്ട് അവിടെ. അത് ഇനി എന്തെങ്കിലും ചെല്ലുമ്പോൾ പോകാം. അവിടെ ഇങ്ങനെ ഒത്തിരി പൂച്ചെടി പിടിക്കും തോന്നില്ല, വെയിൽ കുറവല്ലേ അമ്മേ? ഈ ഇരിക്കണ ഈ മണ്ണിച്ചെടിയില്ലേ പുല്ല്, അതങ്ങോട്ട് നിരത്തി വെക്കുക. ഈ മുറ്റത്തിൻ്റെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ മേടിച്ചാച്ചിരി എടുത്ത് നോക്കിയതാണ്. ഇത് അതിലൊരു സൈസ് പൂവുണ്ടാവൂടി. ഏത്? ഇത് ആ ഇല ഇതേല ഇങ്ങനെ ഇങ്ങനെ ആണോ? ഈ ഇല ഇത് ആ വെള്ള ചെടിച്ചില്ല. പിന്നെ ഞാൻ കാണിച്ചു തന്നെ രണ്ട് പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഇത് അത് തന്നെ. ഇതങ്ങനെ അമ്മച്ചി ഭയങ്കര കോമഡിയാണ് കേട്ടോ. എവിടെ പോയാലും അമ്മച്ചിയുടെ കണ്ണ് ചെടിത്തോട്ടത്തിലായിരിക്കും. ഏത് വീട്ടിൽ ചെന്നാലും അവിടെ എന്തെങ്കിലും അമ്മച്ചിക്ക് ഇല്ലാത്ത ചെടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരോട് ചോദിച്ചൊരു കുഞ്ഞ് കഷ്ണം പേഴ്സിലൊക്കെ ഇട്ടുകൊണ്ട് വരും. അമ്മച്ചിയുടെ പേഴ്സിനകത്തൊക്കെ ചെറിയ ചെടിയുടെ കുഞ്ഞു തൈകളൊക്കെ കാണും. അതൊക്കെ കൊണ്ടുവന്ന് അമ്മച്ചി എന്ത് വെച്ചാലും പിടിക്കുകയും ചെയ്യും കേട്ടോ. ചെടികളോട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നിന്റെ മുറ്റത്ത് നിന്ന ചെമ്പരത്തി ആട്ടോ ഇത്. ഏത് ചെമ്പരത്തിയമ്മേ? അതെനിക്ക് മാറ്റി വെച്ചില്ലതാണ്. നമുക്ക് അവിടെ അതെ ആ മറ്റേ ചെമ്പരത്തി അല്ലേ? ആ വലിയ പൂ ഉണ്ടാകുന്ന ചെമ്പരത്തി. അത് കുറെ കമ്പ് വെട്ടിയെടുത്ത് കുത്തി വെക്കാൻ മേലായിരുന്നു അമ്മേ. നമ്മുടെ ആ ഇവിടുന്ന് കയറി ചെല്ലുന്ന ആ ഒരു മാവിന്റെ ചോട്ടിൽ നിന്നേ അല്ലേ? അവിടെ 2 കളറുണ്ട്, അത് രണ്ടും എടുത്തോ? ഒരു ഓറഞ്ചും ഉണ്ടായിരുന്നു, ഒരു പിങ്ക് കളറും ഉണ്ടായിരുന്നു. രണ്ടെണ്ണം ഉണങ്ങിപ്പോയി. എന്നാലും ആ 2 കമ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിനക്ക് തരിയല്ലടാ മൂട്ടിന്ന് ചെമ്പരത്തി. അതിലൊരു പൂ നിപ്പുണ്ടായിരുന്നു. മാക്സിമം ആണ്. ചെടിയൊന്നും അവർക്ക് വേണ്ടല്ലോ. അമ്മച്ചിക്ക് നല്ല കൈപ്പുണ്യം കേട്ടോ. എന്തുകൊണ്ട് നട്ടാലും നല്ല ഭംഗിയായിട്ടത് വളർന്നു വരികയും ചെയ്യുവേ. പിന്നെ അമ്മച്ചിക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ മടിയാണ്. ഒരു ദിവസം മാറുന്നുണ്ട് അമ്മച്ചിക്ക് ടെൻഷനാണ്. ചെടി നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ മമ്മി നനയ്ക്കാതിരുന്നാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ടെൻഷനാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഒരു ദിവസത്തിനുള്ളിൽ ഓടി വരും അമ്മച്ചിയുടെ ചെടീനെ സംരക്ഷിക്കാനായിട്ട്. ഇത് ഓർക്കിഡല്ലേ അമ്മ? ഇത് ആണോ? അത് അതേലും ഇങ്ങനെ ഇല മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ഇല മാത്രമേ ഉള്ളൂ. ഇതേലും പൂ ഉണ്ടാവൂലായിരുന്നു ഈ കുടത്തിനകത്ത് ഇരിക്കുന്നേ? ഉണ്ടായി വരുന്നേ ഉള്ളൂ. പൂ ഉണ്ടാവും അറിയില്ല. ഇതല്ലേ കാര്യം അമ്മച്ചിയുടെ പെർമിഷനിൽ ഒരു കുഞ്ഞി ചെടി പോലും നമുക്ക് പറിക്കാൻ അവകാശമില്ല കേട്ടോ. മമ്മി എവിടുന്നോ ഒരു ദിവസം ഇങ്ങനെ പല പൂ ഉണ്ടാകുന്ന വെള്ളത്തിൽ നിൽക്കുന്നേ. അത് പോയി. അതൊന്നുമില്ല. ഇത് ഞാൻ മേച്ചാച്ചിൽ എടുക്കുന്ന 2 ഇസ്കൂട്ടിൽ നിന്ന് കുഞ്ഞ് പേഴ്സ് കിട്ടുന്നു. എന്തായാലും ഇലയായിട്ട് നിൽക്കണ കാണാൻ നല്ല രസമുണ്ട്. മതി. നല്ല ക്ഷീണമാണ്. ഇത് കണ്ടോ? ഇത് കടുമ്പ് തന്നെ ഉണ്ട്. അന്നേരം ഈയിടെ ഞാൻ ഒരെണ്ണം പൊട്ടിക്കൊണ്ടൊരു വെച്ചായിരുന്നു. തിരിച്ച് കിട്ടുവാണെങ്കിൽ ഒരെണ്ണം കൊണ്ടുപോകാം. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ സംരക്ഷണം കുറഞ്ഞിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞൊക്കെ പോയി. എങ്കിലും ഈ ഓണക്കാലത്ത് ഒരു പൂക്കളം ഇടാനുള്ള പൂവൊക്കെ അമ്മച്ചിയുടെ മുറ്റത്ത് അമ്മച്ചി തന്നെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. പിന്നെ ബന്ദി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്മച്ചിക്ക് ഇപ്പോൾ പറ്റിയല്ല പണ്ടത്തെ പോലെ. ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ഇതൊക്കെ കുറേ നശിച്ചു പോയി. എങ്കിലും ഇത്രയൊക്കെ അമ്മച്ചി നോക്കി നടത്തുന്നുണ്ട്. ഇച്ചിരി പ്രായമാകുമ്പോൾ വയ്യ എന്നും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനൊരു കുഞ്ഞു ചെടിയൊക്കെ നട്ട് അതിൻ്റെ പൂക്കളൊക്കെ വിരിയുന്നത് കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ മടുപ്പൊക്കെ മാറ്റാനും പറ്റും. അതുപോലെ തന്നെ ഒരു മാനസിക ഉല്ലാസവും തരും. അമ്മച്ചിയെ സംബന്ധിച്ച് ഇത് അമ്മച്ചിക്ക് ടൈം പാസ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഓണക്കാലത്തേക്കെങ്കിലും നമുക്ക് നമ്മുടെ മുറ്റത്ത് 2-3 ചെടികളൊക്കെ വെച്ച് നമ്മുടെ മുറ്റത്ത് തന്നെ പൂക്കളം ഒരുക്കാനുള്ള പൂക്കളൊക്കെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അമ്മച്ചിനെ കൊണ്ടൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ പറ്റിയല്ലാത്തല്ലേ. പിന്നെ സമയക്കുറവ് മൂലമൊക്കെ സാധിക്കും. എല്ലാവർക്കും പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ സമയക്കുറവ് മൂലമായിരിക്കാം എല്ലാവരും അതിനൊന്നും നിൽക്കാത്തത്. എങ്കിലും സാധിക്കുന്നവരൊക്കെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ സെറ്റാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഓണാശംസകൾ.